വടവന്നൂർ പൊക്കുന്നി ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ഏപ്രിൽ 2-ന് ക്ഷേത്രത്തിൽ ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഭാഗവതശ്രീ നാരായണൻജിയാണ് യജ്ഞാചാര്യൻ. രുക്മിണി സേതുമാധവൻ, പരമേശ്വരൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ. യജ്ഞത്തിന്റെ 5-ാം ദിനത്തിൽ ബാലലീല, കാളിയമർദ്ദനം, കാർത്യായനി പൂജ, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം, ഉദ്ധവദൂത്, രുക്മിണി സ്വയംവരം എന്നിവയാണ് പാരായണം ചെയ്തത്. മംഗല്യസിദ്ധി, ദാമ്പത്യജീവിത സൗഖ്യം എന്നിവയ്ക്കായി നിരവധി പേരാണ് യജ്ഞത്തിന്റെ ഭാഗമായത്. ഏപ്രിൽ 8-ന് യജ്ഞം സമാപിക്കും. തീർച്ചയായും എന്നെ വിവാഹം കഴിക്കാൻ വരണം. എന്തെങ്കിലും കാരണം കൊണ്ടാക്കി എന്നെ വിവാഹം കഴിക്കാൻ വന്നില്ല എന്ന് വെച്ചാലോ, ഇപ്പോഴുള്ള എൻ്റെ ശരീരത്തെ ഞാൻ യോഗശക്തി ഉപയോഗിച്ച് കൃശമാക്കി ചെറുതാക്കി ഇല്ലാതെയാണ്. ഈ ജന്മത്തിലെല്ലാം 100 ജന്മം വേണ്ടി വന്നാലും ഞാൻ ഭഗവാനെ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങയല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു ഭർത്താവ് ഉണ്ടാവില്ല എന്നുള്ളതായ രുക്മിണീദേവിയുടെ ഉറച്ച തീരുമാനം കേട്ട സമയത്ത് ഭഗവാൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ആത്മോപനയനം പ്രതി ഞാൻ എൻ്റെ ആത്മസത്തയിലേക്ക് ആ രുക്മിണീദേവിയെ സ്വീകരിക്കണം. പെട്ടെന്ന് തന്നെ ഭഗവാൻ 4 കുതിരകളെ പൂട്ടിയതായ തേരിൽ കയറി ബ്രാഹ്മണനോടൊപ്പം ദ്വാരകയിൽ നിന്ന് വളരെ വേഗത്തിൽ പുറപ്പെട്ട് ഈ രുക്മിണീദേവിയുടെ സ്ഥലമായിട്ടുള്ള വിദർഭയിലെത്തി. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞതോടുകൂടി അച്ഛനായ രുക്മിണീദേവിയുടെ അച്ഛനായ വിഷ്ണുവൻ ശ്രീകൃഷ്ണനെ വേണ്ട രീതിയിൽ സൽക്കരിച്ചു ഒരു കൊട്ടാരത്തിലൊക്കെ കൊണ്ടുചെന്നാക്കി. UTV ന്യൂസ്, പാലക്കാട്.